പിറവിക്കാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ആഴ്ചയിൽ നമ്മുടെ പരിചിതത്തിനായി സഭ നൽകിയിരിക്കുന്ന ആദ്യത്തെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ദൈവത്തിന്റെ ജനത്തെ നയിക്കാൻ വേണ്ടി ദൈവം മുൻകൂട്ടി കണ്ടിരുന്ന മോശയുടെ ജനനവും അത്ഭുതകരമായ വളർത്തലുമാണ് ആദ്യത്തെ വായനയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. രണ്ടാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. അവിടെ നമ്മൾ കണ്ടെത്തുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനയാണ്. ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം തിരഞ്ഞെടുത്തുവെന്നും തൻ്റെ നാമകരണം നടത്തിയെന്നും തൻ്റെ കരങ്ങളുടെ ആ തണലിൽ ദൈവം തന്നെ സംരക്ഷിച്ചു എന്നുമൊക്കെ യെശയ്യാ പ്രവാചകൻ ചിന്തിക്കുന്നു. ഇത് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചും യാഥാർത്ഥ്യമാണ്. നമ്മെ സംബന്ധിച്ച് ദൈവം പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ജനിച്ച ശേഷമല്ല, മുൻകൂട്ടി തന്നെ തിരഞ്ഞെടുത്ത് നമുക്ക് അതിനാവശ്യമായ കഴിവ് നൽകി നമ്മുടെ ഭൂമിയിലേക്ക് അയക്കുകയാണ് ദൈവം ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ അത്ഭുതകരമായ ആ പരിപാലനയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കുവാനും. മൂന്നാമത്തെ വായനയിൽ തിമോഥിക്ക് ഉള്ള ആ ലേഖനത്തിലുള്ള ഭാഗമാണ് നമ്മൾ കണ്ടെത്തുന്നത്. തിമോത്തിയോട് പൗലോസ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, കർത്താവ് സ്വന്തമായതിനെ തിരിച്ചറിയുന്നു, സ്വന്തമായതിനെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഇപ്രകാരമുള്ള ദൈവത്തിന്റെ പരിപാലനയാൽ സംരക്ഷിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് ആ അവബോധം സദാ പുലർത്തിക്കൊണ്ടിരിക്കണം. അതേസമയം തന്നെ നീതി, സ്നേഹം മുതലായ ആ സുഹൃത്തുക്കൾ ശരിയായി അഭ്യസിച്ചുകൊണ്ട് നല്ല ഒരു ക്രൈസ്തവ ജീവിത സാക്ഷ്യം നൽകാനുള്ള ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. സുവിശേഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നത് യഹൂദ നിയമം അനുസരിച്ച് ജീവിക്കുന്നവനായ ഈശോയുടെ ജീവിതത്തിന്റെ ആരംഭം മുതലുള്ള കാര്യങ്ങളാണ്. മാതാവും യോസേപ്പ് പിതാവും യഥാർത്ഥത്തിൽ യഹൂദ നിയമം അനുസരിച്ച് ഭക്തിയിലും നീതിയിലും തങ്ങളുടെ ജീവൻ നയിച്ചിരുന്നവരാണ്. അതുകൊണ്ട് ഈശോയെ സംബന്ധിച്ചും അക്കാര്യം അതുപോലെ അനുവർത്തിക്കപ്പെടുവാൻ അവർ ആഗ്രഹിച്ചു. യഹൂദ നിയമം അനുസരിച്ച് പ്രഥമജാതൻ എല്ലാം ദൈവത്തിന് പ്രതിഷ്ഠിതമായി തീരണമായിരുന്നു. ഈ നിയമം പൂർത്തീകരിക്കാൻ വേണ്ടി ഈശോയെ ദേവാലയത്തിലേക്ക് മാതാവും യോസേപ്പ് പിതാവും കൊണ്ടുവരുന്ന കാര്യമാണ് ലൂക്കാസ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് സമർപ്പിക്കപ്പെടുന്ന ശിശുവിനെ തിരിച്ചെടുക്കാനും അവകാശമുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചെടുക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞാടിനെയോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ധനസ്ഥിതി അനുസരിച്ച് 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ സമർപ്പിക്കേണ്ടിയിരുന്നു. ആടുകൾ ധാരാളം ഉണ്ടായിരുന്ന ആ നാട്ടില് ഈശോയ്ക്കും മാതാവിനും യോസേപ്പ് പിതാവിനും സമർപ്പിക്കാനായിട്ട് ഒരു ആട്ടിൻ കുഞ്ഞിനെ സമർപ്പിക്കാൻ തക്ക ധനസ്ഥിതി ഇല്ലാതെ പോയി 2 പ്രാവ് കുഞ്ഞുങ്ങളെയാണ് സമർപ്പിക്കാൻ ഇടയായത്. ഇങ്ങനെ ഈശോയെ മാതാവും യോസേപ്പ് പിതാവും തിരിച്ചെടുക്കാനിടയായെന്ന വരിയിലും ഈശോ തന്നെ പൂർണ്ണമായി ഈ ലോകത്തിലുള്ള ബലിവസ്തുവായി അപ്പോൾ അവിടെ സമർപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ദൈവപിതാവ് നിശ്ചയിച്ചിരുന്ന സമയത്ത് ഒരു യഥാർത്ഥത്തിൽ ബലിയായി തീരുകയും ചെയ്യും. ഇനി ഈശോയെ ഇവർ ദേവാലയത്തിൽ കൊണ്ടുവന്ന അവസരത്തിൽ സംഭവിച്ച വേറെ ചില കാര്യങ്ങളുണ്ട്. ദീർഘകാലമായി ലോകരക്ഷകനെ കാണാതെ മരിക്കയില്ല എന്നുള്ള ഒരു പ്രവചനം സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ശിമിയോൻ. ശിമിയോൻ ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദേവാലയത്തിലേക്ക് വന്നു.
മാതാവിൻ്റെ കരങ്ങളിൽ നിന്ന് ഉണ്ണി ഈശോയെ ഏറ്റുവാങ്ങി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇതാ ലോകരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ശിശുവിനെ ഇപ്പോൾ ഞാൻ കണ്ടു. ഇനി നിന്റെ ദാസനെ നീ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്നാണ്. ഈശോയെ കരങ്ങളിലെടുക്കാൻ ഭാഗ്യമുണ്ടായ ശിമയോന് ആനന്ദ നിർവൃതി പരിശുദ്ധാത്മാവ് നൽകി. ഇനി ലോകത്തിൽ തനിക്ക് യാതൊന്നും ആവശ്യമില്ല, രക്ഷകനെ തന്നെ കണ്ടു കഴിഞ്ഞു എന്നുള്ള ആത്മസംതൃപ്തിയോടുകൂടിയാണ് ശിമയോൻ ഇപ്രകാരം വിളിച്ചു പറയുന്നത്, ഇനി നിന്റെ ദാസനെ നീ സമാധാനത്തിൽ വിട്ടയക്കണമേ. ഇപ്രകാരം ഉള്ള ആ ശിമയോന്റെ വാക്കുകൾ അവിടെ കൊണ്ട് തീർന്നില്ല. മാതാവിനെ സംബന്ധിച്ചും ശിശുവിനെ സംബന്ധിച്ചും വേറെ ചിലതെല്ലാം കൂടെ ശിമയോന് പറയാനുണ്ടായിരുന്നു. ആ ശിമയോൻ ഈശോയെ സംബന്ധിച്ച് പറഞ്ഞത് ഈശോ ഒരു വിവാദ വിഷയമായി തീരും എന്നുള്ളത് കാര്യമാണ്. ഈശോ ലോകരക്ഷകനാണ്, പക്ഷേ ലോകരക്ഷകൻ തന്നെ വിവാദ വിഷയമായി തീരുമെന്ന് ശിമയോൻ പറയുന്നു. ഈശോയെ കാണുന്നവർ ഒന്നുകിൽ അവിടുത്തെ അംഗീകരിച്ച് രക്ഷ നേടിയെടുക്കണം, അതല്ലെങ്കിൽ അവർ ശിക്ഷയ്ക്ക് വിധേയരായി പോകേണ്ടി വരും. നമ്മൾ പാട്ട് പാടാറുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം, ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദൈവം എന്നൊക്കെ. അപ്പോൾ സ്നേഹിക്കുന്ന ദൈവം തന്നെ ചിലപ്പോൾ ശിക്ഷിക്കുന്ന ദൈവമായിട്ട് കൂടി രൂപാന്തരപ്പെടുന്നു. അത് ദൈവം നൽകുന്ന ആ അനുഗ്രഹങ്ങളോട് എങ്ങനെ സഹകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സ്നേഹിക്കുന്ന ദൈവം രക്ഷ നൽകാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ ആ സ്നേഹം ഏറ്റുവാങ്ങാൻ മനസ്സില്ലാത്തവർക്ക് അത് ശിക്ഷയുടെ അനുഭവമായി രൂപാന്തരപ്പെടാൻ ഇടയാകുന്നു. ഇത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള കുഴപ്പമല്ല, നമ്മൾ ദൈവത്തോട് സഹകരിക്കുന്നിടത്തുണ്ടാകുന്ന നമ്മുടെ പിഴവ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പിഴവുകളെല്ലാം തിരുത്തിയിട്ട് യഥാർത്ഥ രക്ഷയുടെ ആ നാഥനെ രക്ഷകനായിട്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയണം. ഇനിയും മാതാവിനോട് ശിമയോന് പറയുവാനുള്ളത്, നിന്റെ ഹൃദയത്തിൽ കൂടെ അനേക ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടുമാറ് ഒരു വാൾ കടക്കാൻ ഇടയാകും. ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങൾ മാതാവ് കാണാനും കേൾക്കാനും അതിന്റെ ഫലമായിട്ട് ഈശോയുടെ കുരിശിന്റെ ചുവട് വരെ പോയി ഈശോയോടൊപ്പം സഹിക്കാൻ ഇടയാകുന്ന കാര്യം മുൻകൂട്ടി ശിമയോൻ മാതാവിനെ അറിയിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോഴും അമ്മ ചഞ്ചലിക്കാതെ ദൈവത്തിന്റെ ആ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വാക്കുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അമ്മ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ വാക്കുകൾ പൂർണ്ണമായിട്ട് നിറവേറിയത് ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ അമ്മ നിന്നപ്പോഴാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനിയും നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചും ഇന്നത്തെ ഈ സുവിശേഷം എന്തെല്ലാം പ്രതികരണങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുകൂടെ ചിന്തിച്ചു നോക്കുക. ഈശോയെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്നു. ശിമയോൻ ഈശോയെ കരങ്ങളെടുക്കാൻ മാത്രമേ സാധിക്കൂ. ആ കരങ്ങളിലെടുത്ത ശിമയോന് ആത്മനിർവൃതി ഉണ്ടായി. അതിനേക്കാൾ ഉപരിയായ ഒരു നന്മയാണ് ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത് വഴിയായിട്ടുണ്ടാകുന്നത്. ഈ നന്മ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഓരോ പ്രാവശ്യവും ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാനും അവിടത്തോടുകൂടി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും നമുക്ക് സാധിക്കേണ്ടതാണ്. എന്നാൽ ഇത്രയും കാലത്ത് നമ്മുടെ ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ച് ഒന്ന് പരിചിന്തനം ചെയ്ത് നോക്കുക. ശിമയോനെ പോലെ ആത്മനിർവൃതിയോടുകൂടി നമുക്ക് പറയാൻ കഴിഞ്ഞു, എൻ്റെ രക്ഷയുടെ നാഥനെ ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു, ഇനി എനിക്ക് വേറൊന്നും ആഗ്രഹിക്കാനില്ല, ആശിക്കാനില്ല. നിന്റെ ദാസനെ അല്ലെങ്കിൽ നിന്റെ ദാസിയെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് പറയാൻ സാധിക്കത്തക്ക ഒരു അവസ്ഥയിലാണോ നമ്മൾ ഇത്രയും കാലം ജീവിച്ചു. എത്ര പ്രാവശ്യം ഈശോയുടെ പിറവി തിരുനാളുകൾ ആചരിച്ചു, ഈശോയുടെ ദേവാലയ സമർപ്പണത്തിന്റെ തിരുനാൾ ആഘോഷിച്ചു. എന്നിട്ടൊക്കെ ഈ ശിമയോനോ അല്ലെങ്കിൽ ശിമയോനോടൊപ്പം പിന്നീട് ദേവാലയത്തിലേക്ക് വരികയും
ഈശോയെ കാണാൻ സാധിക്കുകയും ചെയ്ത് ഹന്നായെ പോലെ ആ നിർവൃതി അടയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ജീവിതത്തിൽ കൂടുതൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശിമയോനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ശിമയോൻ നീതിമാനായിരുന്നു, അതുപോലെ തന്നെ ഭക്തനായിരുന്നു എന്നാണ്. നീതിമാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ആധ്യാത്മികമായ വിശുദ്ധി ഉള്ളവനായിരുന്നു എന്നാണ്. ഭക്തി ഉള്ളവനായിരുന്നു എന്ന് പറയുമ്പോൾ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം കുറവ് കൂടാതെ പാലിക്കുന്നവൻ എന്നായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ നമുക്ക് നീതിയും വേണം, ഭക്തിയും വേണം. പലപ്പോഴും നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് മാറ്റിവെക്കും, അപ്പോൾ ഉത്തമമായ ക്രൈസ്തവ ജീവിതത്തിന് അത് തടസ്സമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് രണ്ടും ഒരുപോലെ പാലിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാനും രക്ഷകനായ ഈശോയെ കാണുക മാത്രമല്ല ഹൃദയത്തിൽ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ സമാധാനത്തിലും സന്തോഷത്തിലും നമ്മുടെ ജീവിതം പൂർത്തിയാക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശിമയോന്റെ വാർദ്ധക്യം രക്ഷാകരമായി തീർന്നു. വാർദ്ധക്യത്തിൽ സമാധാനത്തിലായിരിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ വലിയ ദാനമാണെന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിലും 40-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവനും ദൈവത്തിന്റെ കൃപയോടുകൂടി മുന്നോട്ട് പോകുവാനും കർത്താവിനെ കണ്ട് സംതൃപ്തി അടയാൻ വേണ്ട കൃപാവരത്തിലൂടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ.